ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അതെങ്ങനെ കണ്ടുപിടിക്കണം, വ്യത്യസ്ത ബോഡികൾക്ക് അതെങ്ങനെയായിരിക്കും, ഓരോ ആക്സിസിനും അതെങ്ങനെയായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് സം ഇക്വേഷൻസ് ഓഫ് റൊട്ടേഷണൽ മോഷനാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു മോഷനാണ് ലീനിയർ മോഷൻ. അവിടെ നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ബോഡിക്ക് ഒരു ആക്സലറേഷൻ കിട്ടി അല്ലേ. ആ ആക്സലറേഷനെ നിങ്ങൾ വിളിച്ച പേരാണ് ലീനിയർ ആക്സലറേഷൻ. അതുവഴി ബോഡിക്ക് ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് ലീനിയർ വെലോസിറ്റി. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് ലീനിയർ മോഷൻ ഇല്ല, ഓൺലി ആംഗുലാർ മോഷൻ. കാരണം ഇവിടെ വസ്തുക്കൾ എന്താവുന്നുണ്ട്, ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീനിയർ എന്നുള്ള ഒരു പ്രയോഗത്തിൽ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് റൊട്ടേഷണൽ ആസ്പെക്ട്സിലേക്ക് വന്നോളൂ. അതിലൊന്നാമത്തെ കാര്യം ഒമേഗ എന്ന് പറയുന്ന ഒരു സിമ്പൽ ഞാനിവിടെ യൂസ് ചെയ്യും. ഒമേഗ, ഈ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. ഇപ്പോൾ ലീനിയർ വെലോസിറ്റിക്ക് പകരം നമ്മളിനി ആംഗുലാർ വെലോസിറ്റി എന്ന് ഉപയോഗിക്കും. അതുപോലെ ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സലറേഷനാണ്. ആൽഫ ഈസ് ആംഗുലാർ ആക്സലറേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറഞ്ഞിട്ട് 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫണ്ടമെൻ്റലായിട്ട് 3 ഇക്വേഷൻസും ഒരു സ്പെഷ്യൽ കേസുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒന്ന് ഇവിടെ എഴുതി വയ്ക്കാം. അതിലൊന്നാമത്തെ ഇക്വേഷൻ എഴുതുന്നു V = U + AT എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ S = UT + ½ AT² ആണ്. മൂന്നാമത്തത് V² = U² + 2AS. ഇത് മൂന്നുമാണ് നിങ്ങൾ ലീനിയർ മോഷനിൽ നിങ്ങൾ പഠിച്ച 3 ഇക്വേഷൻസ്. ഇത് നിങ്ങൾ പൊസിഷൻ ടൈം ഗ്രാഫെന്നും വെലോസിറ്റി ടൈം ഗ്രാഫെന്നും എല്ലാം ഡിറൈവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത് കാൽക്കുലസിൻ്റെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. കാരണം dω/dt, ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ആക്സലറേഷൻ. ഈ കാണുന്ന ഇക്വേഷനെ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുത്താൽ dω/dt ഈസ് ഈക്വൽ ടു ആൽഫ എന്നാണ്. ഇറ്റ്സ് നോട്ട് എ, ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ dω ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു dt ആണ്. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്, ഇൻ്റഗ്രൽ dω ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ഇൻറ്റു dt. ശരിയല്ലേ? ഇവിടെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ ω0യും ഫൈനൽ വെലോസിറ്റിക്ക് നമ്മൾ ω കൊടുക്കും വെൻ ടൈം ഈസ് 0 to t എടുക്കുന്ന സമയത്ത്. Upon integrating this, integral dω is omega for the limit ω0 to omega, which is equal to alpha into integral dt is t for the limit 0 to t. Okay. Now you can substitute the values here. Upper limit first for the omega. ഒമേഗയ്ക്ക് ഒമേഗ തന്നെ കൊടുത്തു. അടുത്തത് ഒമേഗയ്ക്ക് ω0 എന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ആൽഫയ്ക്ക് ആൽഫ അവിടെ വെച്ചു, ടിക്ക് ടി എന്ന് കൊടുത്തു, ടിക്ക് 0 എന്ന് കൊടുത്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൺ സോൾവിങ് ദിസ്, ഒമേഗ മൈനസ് ω0 ഇസ് ഈക്വൽ ടു ആൽഫ ടി ആണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി. ഇതാണ് നമുക്കിവിടെ കിട്ടിയ ആൻസർ. ഓക്കെ. ഒമേഗ ഇസ് ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർക്കാനുള്ള സൗകര്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ, ഇപ്പം നമുക്കിതിൻ്റെ ഈ കണ്ടീഷൻസ് ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് ലീനിയർ മോഷനിൽ V = U + AT എന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ അവിടെ V കാണുന്നിടത്തെല്ലാം ഒമേഗ എന്നിട്ട് കൊടുത്തു. U എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ആക്കി. എക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ആൽഫ എന്നിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് സം ചേഞ്ചസ് മതി. അപ്പോൾ നമുക്കതിനിങ്ങനെ എഴുതാം. U എന്ന് പറയുന്നത് ω0 ആയിട്ടും V എന്ന് പറയുന്നത് ഒമേഗയായിട്ടും A എന്ന് പറയുന്നത് ആൽഫയായിട്ടും S എന്ന് പറയുന്നത്
നമുക്ക് ആംഗിളായിട്ടും അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ ലെറ്റ് ബി ദർ നമുക്ക് ഈ ഇക്വേഷൻസ് എഴുതാൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതായത് ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഇക്വേഷനിൽ എന്തായിട്ട് മാറ്റും? തീറ്റ എന്ന് മാറ്റി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫർദർ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സോ ദ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് സെക്കൻഡ് ഇക്വേഷൻ ആണ് തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ 0t പ്ലസ് ഹാഫ് AT². കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് യു വാണ്ട് ടു ഡിറൈവ് യു ക്യാൻ ഫോളോ ദ കൺസെപ്റ്റ് ഹിയർ. സി ഹിയർ, ഈ ഒമേഗയ്ക്ക് നിങ്ങൾ ഒമേഗ 0 പ്ലസ് ആൽഫ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ്, യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ പകരം നമ്മൾ എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT² എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തിട്ട് ആ എസ്സിന് പകരം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗിൾ എന്ന് കൊടുക്കാം, യുവിന് പകരം ഒമേഗ 0 എന്ന് കൊടുക്കാം, ഒമേഗ 0t പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു T². കണ്ട നമുക്ക് ഈക്വേഷൻ കിട്ടും. ഇനി ഇത് കണ്ടെത്തണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ദേ ക്യാൻ ഗോ ഹെഡ് വിത്ത് ദ അബവ് റിലേഷൻ dθ/dt = ഒമേഗ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? So this is the third equation. So this equation you are deriving from the relation, see here, d omega by d theta. അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റിലേഷൻ. ആൽഫ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ആ ആംഗുലാർ വെലോസിറ്റിയെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്തു ഈ രീതിയിലാക്കി. അപ്പോൺ സോൾവിങ് യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. ഇനിയിപ്പം നിങ്ങൾക്ക് ആ ലീനിയർ എന്താണ് കൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ലീനിയർ മോഷനിൽ v² u² പ്ലസ് എന്താണ് 2as എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിയുടെ സ്ഥാനത്ത് ω² ഇസ് ഈക്വൽ ടു ω02 പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം ആൽഫ, എസിന് പകരം തീറ്റ. സോ യുവർ ആൻസർ ഈസ് ω² ഇസ് ഈക്വൽ ടു ω02 പ്ലസ് 2 ഇൻറ്റു ആൽഫ ഇൻറ്റു തീറ്റ എന്ന് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിന് ഡെറിവേഷൻ ഒന്നും നമുക്ക് വേണം നിർബന്ധമില്ല. ഇനി സപ്പോസ് നമുക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. നൗ ദ നെക്സ്റ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഫോഴ്സ് അല്ല നമ്മളിവിടെ കൊടുക്കുന്നെന്നുള്ളതാണ്. കാരണം ലീനിയർ മോഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പം ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോഴ്സ് ആണോ ഫോഴ്സ് മൊമെൻ്റ് ആണോ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതൊരു ഡോറിൻ്റെ ആക്സിസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോറ്. ഈ ഡോറിൽ ഞാൻ ഹിഞ്ചസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഹിഞ്ചസ്. ഓക്കെ, അപ്പോൾ ഈ ഡോറ് ഞാൻ 3 പോയിൻ്റുകൾ കൺസിഡർ ചെയ്തിട്ട്, ഇതൊരു പോയിൻ്റാണ്. ഓക്കെ, വെരി ക്ലോസ് ടു എന്താണ് ഹിഞ്ചസ്. ഇത് മറ്റൊരു പോയിൻ്റാണ് ഇൻ ദി മിഡിൽ ആൻഡ് 1 ഇൻ ദി എഡ്ജ്. ഈ 3 പോയിൻ്റുകളിലും ഞാൻ ഫോഴ്സ് കൊടുക്കുകയാണ്. ഒരേ ഫോഴ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സെയിം മാഗ്നിറ്റ്യൂഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ 1 ഫോഴ്സ് ഓക്കെ ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് അപ്ലൈഡ്. ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സുകൾ കൊടുത്തു. ഇപ്പം നമ്മൾ ഡോറിനെ ഇങ്ങനെ 3 ഫോഴ്സ് കൊടുത്തിട്ട് തള്ളി. ഈ 3 ഫോഴ്സുകളുടെയും എന്ത് സെയിമാണ്? മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. കൊടുക്കുന്നതും ഒരേ ഡയറക്ഷനിൽ. ഇതിങ്ങനെ ഡോറിന് മുകളിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൽ എവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഡോറ് അടയ്ക്കാൻ നമുക്ക് ഈസി ആയിട്ട് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയിട്ടാണെങ്കിൽ എല്ലാ ഫോഴ്സുകളും ഈക്വൽ ആണെങ്കിൽ അത് ഒരേപോലെ എഫക്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കിയത് ഈ ഫോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ എഫും ഈ എഫും ഒക്കെ സെയിം അല്ലേ, എന്തുകൊണ്ട് അവർ എഫക്റ്റ് ഉണ്ടാക്കിയില്ല? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഫോഴ്സ് മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത്, മറ്റെന്തോ ഒന്നും കൂടെ പരിഗണിക്കേണ്ടി വരുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ കാണുന്ന ബോഡിയിൽ ഇങ്ങനെയൊരു ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസാണ് ഈ 3 പോയിൻറ്റുകൾക്കിടയിൽ ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടത്. കാര്യം അവിടെ ഫോഴ്സ് സെയിം ആണ് അല്ലേ, ഫോഴ്സ് സെയിം ആണ്, ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ എല്ലാം ഒരേ ഭാഗത്തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെരിച്ചല്ല കൊടുത്തത്, ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പം ഇവിടെ ഡിഫറൻ്റ് ആയത് ഈ ഹിഞ്ചസിൽ നിന്നും, അതായത് ആക്സിസിൽ നിന്നും നിങ്ങൾ ഫോഴ്സ് കൊടുത്തിരിക്കുന്ന പോയിൻറ്റുകൾ എത്ര അകലത്തിലാണോ ആ അകലമാണ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ട് കിടപ്പുള്ളത്. അങ്ങനെ വരുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫോഴ്സ് ആയതുകൊണ്ട്, ഓക്കെ, ഈ ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടുത്തെ റിസൾട്ടായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ടോർക്ക് അഥവാ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. ഇനി ഫിസിക്സിൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പറയുന്ന പേരാണ് മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ ഫോഴ്സിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ അത് ഫോഴ്സ് മൊമെൻ്റ് ആയിട്ട് മാറി. ആ ഫോഴ്സ് മൊമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചുരുക്കിയിട്ട് ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അത് ഈ രണ്ട് ക്വാണ്ടിറ്റികളുടെ എന്ത് പ്രോഡക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും. കാരണം രണ്ട് വെക്ടറുകൾ ചേർന്നിട്ടൊരു വെക്ടർ കിട്ടണമെങ്കിൽ അതൊരു ക്രോസ് പ്രോഡക്റ്റ് തന്നെയായിരിക്കണം എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പം ഈ കാണിച്ചിരിക്കുന്ന കേസിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ആർ ക്രോസ് എഫ് ആയിരിക്കും. ആർ ക്രോസ് എഫ് ആയിരിക്കും. ഇനിയിപ്പം നിങ്ങൾക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ആർ ക്രോസ് എഫ് എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഒരു കാര്യം മറക്കരുത്, ഇറ്റ്സ് എ വെക്ടർ, ആൻഡ് ഡു നോട്ട് ഒബേ ദ കമ്മ്യൂട്ടേറ്റീവ് ലോ. അതുകൊണ്ട് എഫ് ക്രോസ് ആർ എന്ന് പറയുന്നതും ആർ ക്രോസ് എഫ് എന്ന് പറയുന്നതും സെയിം അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ടോർക്കിൻ്റെ ഡയറക്ഷൻ പറയുമ്പം ഈ കണ്ടീഷൻ എപ്പോഴും എന്ത് ചെയ്യണം, ആർ ക്രോസ് എഫ് എന്ന് തന്നെ പറഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾ ഇതിനെ ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതിയാൽ നിങ്ങൾക്കറിയാം സൈൻ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ 1 ആണ്. അതിന് തീറ്റ 90 ഡിഗ്രി ആയാൽ മതി. സോ ഈ ഫോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബോഡിയിൽ ഏത് രീതിയിൽ ആക്ട് ചെയ്യണം, പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഫോഴ്സ് മൊമെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം ഈ ഡോറിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു ഡോറിൽ തന്നെ പല പല പോയിന്റുകളിൽ ഒരേ ഫോഴ്സ്, ഒരേ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സുകൾ ഒരേ ഭാഗത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടും ഡോറ് ബിഹേവ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ആ വ്യത്യാസത്തിൻ്റെ അൾട്ടിമേറ്റ് റീസൺ അവിടെ കൊടുത്ത ഫോഴ്സിൽ വ്യത്യാസമല്ലാതെ നിങ്ങൾ തിരിച്ചറിയണം. അവിടെ വ്യത്യാസം വന്ന് ടോർക്കിലാണ്, ഫോഴ്സിലല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടോർക്ക് ഇൻ ടേംസ് ഓഫ് റെക്റ്റാങ്കുലർ കോമ്പണൻസ്. ടോർക്ക് ഇൻ ടേംസ് ഓഫ് റെക്റ്റാങ്കുലർ കോമ്പണൻസ്. റെക്റ്റാങ്കുലർ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫോഴ്സ്, അതിന് 3 കോമ്പണൻസ്, ആ ഡിസ്പ്ലേസ്മെൻറ്റിനും 3 കോമ്പണൻസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ വാട്ട് ഈസ് ദ നെറ്റ് ടോർക്ക് എന്ന് കണ്ടുപിടിക്കണം നമുക്ക്. അങ്ങനെയെങ്കിൽ അത് കണ്ടുപിടിക്കാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം രണ്ട് വെക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷോർട്ട് കട്ടും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആ ലോജിക്ക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. IJK അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ എന്ത് ചെയ്യാം, 3 യൂണിറ്റ് വെക്ടറുകളെ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം.
So the rule is, as you know already, അപ്പോൾ നിങ്ങൾ ആസ് യൂഷ്വൽ ഈ കാണിച്ചിരിക്കുന്ന 3 യൂണിറ്റ് വെക്ടറുകളെ നിങ്ങൾ I, J, K, and here is your R, X, Y, Z, and here Fx, Fy, Fz. ഓക്കെ, ഇതിങ്ങനെ തന്നെ എഴുതിയിരിക്കണം. അതായത് നമ്മൾ R ക്രോസ് F ആണ് എടുക്കുന്നത്, തിരിഞ്ഞു പോകരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട രീതി നിങ്ങൾക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു, അല്ലേ? ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ കാണുന്ന പോലെ ഈ ഒരു ഐയെ നമ്മൾ ക്രോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി രണ്ടും എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് പറയണം. അപ്പോൾ ഇത് എഴുതേണ്ട ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. I ഇൻറ്റു ബ്രാക്കറ്റിൽ വൈ എഫ് സെഡ് മൈനസ് സെഡ് എഫ് വൈ മൈനസ് ജെ ഇൻറ്റു ആ കോളവും റോയും മാറ്റി നിർത്തിയാൽ എക്സ് എഫ് സെഡ് മൈനസ് സെഡ് എഫ് എക്സ്. ഓക്കെ, സെഡ് എഫ് എക്സ് പ്ലസ് കെ ഇൻറ്റു ആ റോയും കോളവും മാറ്റി നിർത്തിയാൽ എക്സ് എഫ് വൈ മൈനസ് വൈ എഫ് എക്സ്. ഓക്കെ, ഇതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് എല്ലാം പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാവുന്ന സൈൻ വാരിയേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻസിലേക്ക് അല്ലെങ്കിൽ ഈ റിസൾട്ടിലേക്ക് നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. എന്നിട്ട് കൃത്യമായിട്ട് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഫോഴ്സിന് പകരവും പൊസിഷൻ വെക്ടറായതിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അസ്യൂം ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കുലർ കോമ്പോണൻസിൻ്റെ ടേംസിലാണ്. നൗ ടോർക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു റൊട്ടേഷണൽ ആസ്പെക്ട്സ് പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇതൊരു റോഡാണ്. ഓക്കെ, ഈ റോഡിൻ്റെ 2 എൻഡുകളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോഴ്സ് ഇവിടെ കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, ഒരു ഫോഴ്സ് ഞാൻ ഇങ്ങോട്ടും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ റോഡിൻ്റെ ഈ 2 എൻഡുകളിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, 2 എൻഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. 2 ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ്. പക്ഷേ എന്താണ്, ഡയറക്ഷൻ എങ്ങനെയാണ്, ഓപ്പോസിറ്റാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ റോഡിന് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ റോഡ് അവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് കാണിക്കും, ഒരു റൊട്ടേഷണൽ എഫക്റ്റാണ് കാണിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കപ്പിൾ എന്ന് വിളിക്കുന്നത്. കാരണം 2 ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് whose lines of actions are different constitute a couple. The moment of couple can be found by taking moment of both the forces about any axis perpendicular to the plane of forces and adding them algebraically. The moment of couple എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ it's torque. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എന്താണ് മൊമെൻ്റ് ഓഫ് കപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ആ ഫോഴ്സ്, ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഫോഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ലെങ്ത് ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക. സോ ഇറ്റ് ഈസ് L/2 എന്ന് നമ്മൾ കൊടുക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഫോഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എടുക്കുക, ആഡ് ചെയ്യുക, അത് വിൽ ഗെറ്റ് ദ ടോട്ടൽ. അപ്പോൾ ആക്ച്വലി കപ്പിൾ എന്താണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അതൊരു ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നൗ ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് ആംഗുലാർ മൊമെൻറ്റം. യു മസ്റ്റ് ബി aware about the linear momentum where there you applied a force. This time you are applying a body, a torque, and that one gives you
momentum, that momentum is called angular momentum. So angular momentum of a body എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനൊരു കൺസെപ്റ്റ് എടുക്കാം. So this is the one of the trajectory. You can fix an axis over there. This is the axis you fixed over the body. Okay, and here see, this is the body you are considering, and it is at a distance of r from the axis. Okay, now the linear velocity of this one is acting along this direction. Okay, that is v, which is equal to r omega എന്ന് എഴുതാം. കാരണം ഇവിടെ ആ ബോഡി കാണിക്കുന്നത് എന്താണ്, ഒരു ലീനിയർ മോഷനാണ്. പക്ഷേ അബൌട്ട് ദിസ് ആക്സിസ് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ലീനിയർ മോഷൻ, ഇറ്റ് ഈസ് എന്താണ്, റൊട്ടേഷണൽ മോഷനാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡിയുടെ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ ലീനിയർ മൊമെൻറ്റം അല്ല, എന്ത് മൊമെൻറ്റാണ് ഉള്ളത്, ആംഗുലാർ മൊമെൻറ്റാണ് ഉള്ളത്. ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുമ്പം ഈ കാണുന്ന ബോഡി ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ ക്രോസ് പി എന്ന് പറയുന്ന ആ ഒരു റിസൾട്ടിനെയാണ് നമ്മൾ ആംഗുലാർ മൊമെൻ്റം എന്ന് വിളിക്കുക. ദെയർഫോർ ആംഗുലാർ മൊമെൻ്റം എൽ എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ എൽ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ആർ ക്രോസ് പി എന്ന് കൊടുക്കാം. ഓക്കെ, ആർ ക്രോസ് പി ഇതാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്, ആർ ക്രോസ് പി ആണ്. വൺസ് അഗെയിൻ ഓക്കെ, യു ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ എ വെക്ടർ പ്രോഡക്റ്റ് ആണ്. ഒന്ന് ആർ ആണ്, രണ്ട് എന്താണ്, പി ആണ്. സോ ഇറ്റ് ഈസ് നമുക്ക് എന്ത് കൊടുക്കാം, ആർ പി സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ മാക്സിമം ആംഗുലാർ മൊമെൻ്റം എന്ന് പറയുമ്പം തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും, ഈ പറഞ്ഞതുപോലെ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇനി മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഏത് മൊമെൻറ്റം ആണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, ദാറ്റ് ഈസ് സ്റ്റിൽ എന്താണ്, ലീനിയർ മൊമെൻറ്റം ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടും, MVR എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് യുവർ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷനാണ് നമ്മൾ ഈ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു റൊട്ടേഷണൽ ആസ്പെക്റ്റിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ ഈ വി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതാ, ഈ കാണുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാം. ദെയർഫോർ എൽ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വിക്ക് പകരം നമ്മൾ ആർ ഒമേഗ ഇൻറ്റു ആർ എന്നിട്ട് കൊടുക്കും. സോ യുവർ ആൻസർ ഈസ് എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും. ഈ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയതുകൊണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. സോ ആംഗുലാർ മൊമെൻറ്റം എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഐ ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ കൊടുക്കുന്ന ഒരു ലീനിയർ മൊമെൻറ്റത്തെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ട്രാജക്ടറിയുടെ ആ ഒരു ആർ വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആംഗുലാർ മൊമെൻറ്റം കിട്ടി. So this is the condition of angular momentum due to rotation of particle എന്ന് പറയുന്നത്, that we already derived, and its direction look it is along the axis തന്നെയാണ്. കാരണം നമുക്ക് ഈ ബോഡി കറങ്ങുന്ന ഡയറക്ഷനിൽ നമ്മുടെ കൈവിരലുകൾ മടക്കി പിടിച്ചാൽ ഈ തമ്പ് നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഡയറക്ഷൻ കിടക്കുക. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഓക്കെ അലോങ് ദി ആക്സിസ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കണക്കാക്കാൻ പറ്റും. Now the next case is rotational kinetic energy. As we know that kinetic energy K is equal to half into m into v square ആണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന വെലോസിറ്റിക്ക് ഞാൻ ആർ ഒമേഗ എന്ന് റീറൈറ്റ് ചെയ്യും. ദാറ്റ് ഓൾറെഡി നോട്ടീസ്ഡ്. So if you are writing like this, then it will be half into m into r square omega square എന്ന് കിട്ടും.
ഹാഫ് എം ആർ സ്ക്വയർ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിയിൽ ഹാഫ് ഇൻറ്റു എം ആർ സ്ക്വയറിന് ഞാൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് എഴുതും. സോ ഇറ്റ് ബിക്കം ഐ ഒമേഗ സ്ക്വയർ. ദെയർഫോർ യുവർ ടോർക്ക് ഇസ് ബിക്കം ഹാഫ് എന്ത് കിട്ടി, ഐ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ ഫോളോയിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ഇറ്റ് ഈസ് സേസ് ദാറ്റ് വെൻ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് സീറോ, ഓക്കെ, അതായത് ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ എൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ടോർക്ക് എക്സ്റ്റേണൽ സീറോ ആവുകയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ദെൻ the condition become dl by dt is equal to a 0 where L is equal to a constant എന്നായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് പോർഷനും കൂടിയുണ്ട്, റോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.